എന്തുകൊണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങൾ 45 ദിവസത്തിനുള്ളിൽ മാഞ്ഞു പോകുന്നു? 45 ദിവസത്തിനുള്ളിൽ പരാതിപ്പെടാമായിരുന്നോ എന്ന ചോദ്യം റെലവൻ്റ് ആണ്. അതേസമയം 45 ദിവസം കഴിഞ്ഞാൽ ഈ ചിത്രങ്ങൾ മാഞ്ഞു പോവുകയാണ്. അതിനുശേഷം ആരാണ് കള്ളവോട്ട് ചെയ്തത്, ഈ കള്ളവോട്ട് ചെയ്തതിനെ കുറിച്ച് 2 മാസത്തിന് ശേഷം കണ്ടെത്തിയാൽ ആ ആൾ വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാഞ്ഞു പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഡിജിറ്റലി വളരെ അഡ്വാൻസ്ഡായ ഭാരതത്തിൽ കുറച്ചുകൂടി വലിയ സ്റ്റോറേജ് സംവിധാനങ്ങൾ, ഡിജിറ്റൽ കോപ്പീസ് സ്റ്റോർ ചെയ്യാൻ തക്ക സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? അപ്പം അതിൻ്റെ പേരിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കടുംപിടുത്തം കാട്ടുമ്പോൾ സുതാര്യതയാണ്. അപ്പോൾ ചില മറുവാദങ്ങൾ കൊണ്ടുവരും. എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെയെങ്കിൽ CCTV ക്യാമറകൾ ലോകത്തെല്ലായിടത്തും വെച്ചിട്ടുള്ള, എല്ലാ മുക്കിലും മൂലയിലും കോണുകളിലും എല്ലാം വെച്ചിട്ടുള്ള ഓരോ ഭവനത്തിലെ CC ക്യാമറകളിൽ എത്ര കോടികളാണ് ഓരോ ദിവസവും പതിയുന്നത്? അതെല്ലാം സ്വകാര്യതയുടെ ലംഘനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാദഗതി. അപ്പം സ്വകാര്യത എന്ന് പറയുന്നത് മാനിക്കപ്പെടേണ്ടതാണെങ്കിൽ പോലും ഇതൊരു ഔപചാരികമായിട്ടാണ്. നേരിട്ട് വന്ന് എല്ലാവരുടെയും കാഴ്ചയിലാണ് വോട്ട് ചെയ്തിറങ്ങുന്നത്. വോട്ട് ചെയ്തിറങ്ങുന്ന ആൾ, വോട്ട് ചെയ്യാൻ പോകുന്നയാൾ വോട്ട് സ്വകാര്യമായിരിക്കണം. വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ ആരാണ് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് ആര് കണ്ടാലും അതിന് പഴി പറയാനാവില്ല, സ്വകാര്യതയുടെ ലംഘനമാവില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.